ഉപയോഗിച്ചിരിക്കുന്നത് എറണാകുളത്തും സംഘർഷമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DMO ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ഈ DMO ഓഫീസ് പരിസരത്തേക്ക് എത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അത് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ചു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. തുടർന്ന് വീണ്ടും ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതിനുശേഷം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. IB ഈഡൻ MP യാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ഇപ്പോൾ പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുകയാണ്. ബാരിക്കേഡ് തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മൂന്നാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. നിരവധി പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരടക്കം ഇവിടെ തമ്പടിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ സംഘർഷം തുടരുകയാണ്. മന്ത്രി വീണ ജോർജ് ആണ് ഈ ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്നും അതുകൊണ്ട് വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ സമരം നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. സ്ഥലത്ത് സംഘർഷമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും സ്ഥലത്ത് തമ്പടിച്ച് നിന്നുകൊണ്ട് ബാരിക്കേഡ് തള്ളി നീക്കാനും ഒപ്പം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുകയുമാണ്. എന്തായാലും ഇപ്പോഴും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള സമരം വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കും എന്നതാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. മാർച്ച് പല സ്ഥലങ്ങളിലും അക്രമാസക്തമായി. ബാരിക്കേഡ് തള്ളിയിടാനും മറ്റും ശ്രമിച്ച പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജലപീരങ്കി പ്രയോഗവും പോലീസ് നടത്തി. തിരുവനന്തപുരത്ത് 20ഓളം തവണയാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. കൊച്ചിയിലും 4ാം തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ പ്രവർത്തകനെ സ്ഥലത്ത് നിന്ന് നീക്കുന്നതാണ് തത്സമയ ദൃശ്യങ്ങളിൽ കൊച്ചിയിൽ കാണാനാവുന്നത്. രാഗിനാണ് വിവരങ്ങൾ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച്. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും പോലീസ് വാഹനത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും മറ്റും ചെയ്യുന്നു. ചെറുത്തു നിൽക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ പല സ്ഥലത്തും വിഫലമാകുന്നതും നമുക്ക് കാണാം. അത്രയേറെ സംഘബലം കൊണ്ട് ഈ പ്രതിഷേധം അങ്ങനെ മുന്നേറുന്നതാണ് പല സ്ഥലങ്ങളിലും കാണാനാവുന്നത്. തിരുവനന്തപുരത്തും അതുതന്നെയാണ്. 20ഓളം തവണ നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിലും പിന്നോട്ടില്ല എന്ന് ഉറച്ചു തന്നെ പ്രവർത്തകർ ഇപ്പോഴും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് മുദ്രാവാക്യം വിളികളുമായി. പകിടകളെ